നമസ്കാരം. ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഫാക്ടർ അത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആൾക്കാർ ഫിലോസഫിക്കലി അങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അത് ബാഹ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. സൗന്ദര്യമൊക്കെ തന്നെ എപ്പോൾ വേണേലും നഷ്ടപ്പെടാം, അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലൊക്കെ കാര്യമുണ്ട്. കാരണം ഇന്നും നമ്മുടെ ലോകം സൗന്ദര്യത്തിന് പുറകെയാണ്. പണ്ട് കാലത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില സ്കിൻ കളറുകളും ചില ഫേഷ്യൽ ഫീച്ചേഴ്സും മാത്രമാണ് സൗന്ദര്യമുള്ളത് എന്ന് വിചാരിച്ചെടുത്തു നിന്ന് ഇന്ന് നമ്മുടെ മോഡേൺ യുഗത്തിലേക്ക് വരുമ്പോൾ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. എല്ലാ സ്കിൻ കളറിനെയും എല്ലാ സ്കിൻ ടോണിനെയും ഫേഷ്യൽ ഫീച്ചേഴ്സിനെയും ഒക്കെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റീരിയോ ടൈപ്പിൽ. അത് മാത്രമാണ് ഇപ്പൊ മോഡേൺ യുഗത്തിലേക്ക് വന്നപ്പോൾ വന്ന ഒരു മാറ്റം. പക്ഷേ എന്നാലും ഇപ്പോഴും ആൾക്കാർ സൗന്ദര്യമുള്ളവരുടെ പുറകെയാണ്, അല്ലെങ്കിൽ സൗന്ദര്യത്തിന് പുറകെയാണ്. ഈ പ്രിറ്റി പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് റിയൽ. ഇന്നും നമ്മുടെ ലോകത്ത് പ്രിറ്റി പ്രിവിലേജ് ഉണ്ട്. പ്രിറ്റി പ്രിവിലേജ് വെച്ചിട്ട് ഉയർച്ചയിലേക്ക് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ വട്ടത്തെ മഹാകുംഭമേള അത്യാവശ്യം നല്ല സ്പെഷ്യലായിരുന്നു. കാരണം 144 വർഷങ്ങൾക്ക് ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു മഹാകുംഭമേളയ്ക്കാണ് ഈ വട്ടം നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അപ്പം ഈ വട്ടത്തെ മഹാകുംഭമേള ശ്രദ്ധിക്കപ്പെടുന്നതിനെക്കാട്ടിലും കൂടുതൽ മഹാകുംഭമേളയിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി, ഒരു പെൺകുട്ടി ശ്രദ്ധിക്കപ്പെട്ടു. നാഷണൽ ക്രഷായിട്ട് മാറുവാണ് ഒരു സുപ്രഭാതത്തിൽ. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണാലിസ ബോസ്ലെ എന്നാണ്, അങ്ങനെയാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അപ്പോൾ പുള്ളിക്കാരി ഒരു മധ്യപ്രദേശുകാരിയാണ്. മഹാകുംഭമേളയിൽ മാല വിൽക്കാൻ, രുദ്രാക്ഷമാലയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു വിൽപ്പനക്കാരി, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി. അപ്പൊ ഈ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയാണ്, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരിയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. നല്ല രീതിയിലുള്ള ഫേഷ്യൽ സിമെട്രിയും റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കും ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണ് പുള്ളിക്കാരിക്കുള്ളത്. ഒരു മോഡൽ ലുക്ക്, എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മോഡലിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ പുള്ളിക്കാരിക്കുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ നല്ല സുന്ദരിയാണല്ലോ എന്ന് കണ്ട് ഒരു ക്യാമറാമാൻ ഈ പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് വൈറലാക്കുന്നു. ഇത് വൈറലായതോടുകൂടി ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ആൾക്കാർ ചെല്ലുകയാണ്. മഹാകുംഭമേള കാണാത്തവർ പോലും ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടും ആ പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആ പെൺകുട്ടിയുടെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. മാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത്. ലളിതമായ വേഷവിധാനം, കഴുത്തിൽ മുത്തുമാലകൾ, മേക്കപ്പ് ഇല്ലാത്ത മുഖം, നീണ്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ, ആരും വീണ്ടും നോക്കി പോകുന്ന രൂപം. ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. ഒടുവിൽ നെറ്റിസൺസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ബോസ്ലെയാണ് ഈ താരം. പിന്നെ ഇന്റർവ്യൂകളായി, റീലുകളായി, സെൽഫികളായി മൊണാലിസ അങ്ങ് സ്റ്റാറായി. ന്യൂസ് 18 മൊണാലിസ നടത്തിയ പ്രതികരണം ഇങ്ങനെ: अच्छा ये बताइए कि जब आप लोगों के पास आप जब वायरल हो गई हैं, लोग आपको देखते हैं, तो अब माला आपकी खूब ज्यादा बिक रही है, क्या हो रहा है? कुछ भी नहीं बिक रहा है वीडियो की वजह से। सब बस फोटो खींचने के लिए आते हैं, वीडियो बनाने के लिए आते हैं, लेकिन माला रुद्राक्ष लेने के लिए नहीं आते। अच्छा ये बताइए, അങ്ങനെ ആ പാവപ്പെട്ട സാധാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ മുഴുവൻ ക്രഷായിട്ട് മാറുകയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. അവൾ അവിടെ ജീവിക്കാൻ വേണ്ടി, മാല വിൽക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആ പെൺകുട്ടി പറയുന്നത് കേട്ടില്ലേ? ഹിന്ദിയിലാണ് പറയുന്നത്. ആ പെൺകുട്ടി പറയുന്നത് എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് മാല വാങ്ങുന്നില്ല. ഇവർ ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് ആ പെൺകുട്ടിക്ക് അരി വാങ്ങിക്കാൻ കാശ് കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ ഫോട്ടോ എടുക്കാൻ വരുന്നവര് ആ കൊച്ചിൻ്റെ ആ മാലയെങ്കിലും വാങ്ങിച്ചൂടെ? പ്രൈവസി എന്ന് പറയുന്നതിന് യാതൊരു രീതിയിലുള്ള മാന്യതയും കൊടുക്കാതെ അവിടേക്ക് ചെല്ലുക, അങ്ങോട്ടേക്ക് ഇരച്ചു കയറുക, നുഴഞ്ഞു കയറി ചെന്നിട്ട് അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അതുപോലും അറിയാതെ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ മുഴുവനായിട്ട് അങ്ങ് പബ്ലിഷ് ചെയ്യുവാണ്. ഈ കാണിച്ചേക്കുന്ന അക്കൗണ്ട് കണ്ടോ? ഇത് ആ പെങ്കൊച്ചിന്റെ അക്കൗണ്ട് അല്ല, പക്ഷെ 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇതിനകത്ത് മുഴുവൻ ആ പെങ്കൊച്ചിന്റെ വീഡിയോസ് ആണ്. കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ കുംഭമേളയുടെ വീഡിയോസ് ഒക്കെ കാണാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. അതുപോലും മാനിക്കാതെയാണ് ഇവർ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി ആയിരിക്കാം. ഈ പാവപ്പെട്ട ഒരു കൊച്ചായതുകൊണ്ടല്ലേ ഇങ്ങനെ പുറകെ നടക്കുന്നത്? നല്ല പണക്കാരിയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നടക്കുമായിരുന്നോ? ഇല്ല. അവസാനം അവിടെ നിക്കക്കള്ളി ഇല്ലാതെ ആയപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛന് ആ പെൺകുട്ടിയെ നാട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. അതിന് ജീവിക്കാനുള്ള ആ ഒരു ഉപാധി നഷ്ടപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും സമാധാനമായി. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക,
ഇതാണ് നമ്മുടെ ലോകം. ഇങ്ങനെ പുറകെ നടക്കും, സൗന്ദര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കും. ഒരു സുപ്രഭാതത്തിൽ പിടിച്ചങ്ങ് ഏറ്റവും മണ്ടയ്ക്കേക്ക് വെക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ മണ്ടയ്ക്ക് വെച്ച ആൾക്കാർ തന്നെ വലിച്ച് താഴെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഈ പെൺകുട്ടിയെ ഒരുപാട് മോഡലിംഗ് ഇൻഡസ്ട്രിയും ഒത്തിരി ആൾക്കാർ അപ്രോച്ച് ചെയ്യും. മേക്കപ്പ് ആർട്ടിസ്റ്റുകളും മോഡലിംഗ് ഇൻഡസ്ട്രിയും ക്ലോത്തിങ് ഇൻഡസ്ട്രിയും ഒക്കെ ഉറപ്പായിട്ടും അപ്രോച്ച് ചെയ്യും. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും ആ പെൺകുട്ടിക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടി ഒരു മോഡലായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മോഡലിന് വേണ്ടിയിട്ടുള്ള എക്സാക്ട് ഫീച്ചേഴ്സ് ഒക്കെ ആ പെൺകുട്ടിക്കുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ഒരു മോഡലായെന്ന് തന്നെ വിചാരിക്കുക, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലായെന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ അത്യാവശ്യം ഫെയിം ആകുമ്പോൾ, നമുക്ക് അത്യാവശ്യം കാശും വരുമാനവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ജീവിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഇപ്പൊ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ, ഇപ്പൊ ഈ ഫേമസ് ആക്കിയ, ഈ വൈറലാക്കിയ ആൾക്കാർ തന്നെ ആ പെൺകുട്ടിയെ ബാക്ക്ലാഷ് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. ഓ നോക്ക് അവളുടെ അഹങ്കാരം, ഞങ്ങളാണ് അവളെ ഫേമസ് ആക്കി വിട്ടത്, ഇപ്പൊ അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് അതിനെ വലിച്ച് താഴെ ഇടും. ഇതാണ് നമ്മുടെ ലോകം. ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ഫെയിമിലൊക്കെ തന്നെ ഒരു നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടാണോ നിങ്ങൾ ഫെയിം ആയത്, ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഫെയിം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ഉറപ്പായിട്ടും വലിച്ചു താഴെയിടും. നമ്മൾ അത്യാവശ്യം ഇച്ചിരി വരുമാനമൊക്കെ കിട്ടി, നമ്മൾ അത്യാവശ്യം ഒന്ന് ഫേമസ് ആയിക്കോട്ടെ, ഈ നാഷണൽ ക്രഷാണ്, ഓ സുന്ദരിയാണ്, നാച്ചുറൽ ബ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന ആൾക്കാർ തന്നെ തല്ലി താഴെ ഇടാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഈ ലോകം. അപ്പോൾ ഈ സൗന്ദര്യത്തിന് പുറകെ പോകുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ പ്രൈവസി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ മാനിക്കുക, ആ പെൺകുട്ടിയോട് അനുവാദം ചോദിക്കുക, പെർമിഷൻ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പെർമിഷൻ ചോദിക്കുക. അറ്റ്ലീസ്റ്റ് മാന്യമായിട്ടെങ്കിലും പെരുമാറുക. ഇപ്പൊ അവസാനം ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കക്കള്ളിയില്ല, അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ആൾക്കാർ വന്ന് കയറുകയാണ്. അതൊരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ ഈ ആൺകുട്ടികൾ, ഈ ആണുങ്ങൾ ഇല്ല ഈച്ച പൊതിയുന്നത് പോലെ അതിനെ വന്ന് പൊതിയുവാണ്. വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗന്ദര്യം ഒരു ശാപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാപമാണ്. അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാം, സൗന്ദര്യം എന്ന് പറയുന്നത് ശാപമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ പാവപ്പെട്ട നിർദ്ധരായിട്ടുള്ള കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്കത് തീർച്ചയായിട്ടും ശാപമാണ്. കാരണം അവളെ ഉപദ്രവിക്കാനും വേട്ടയാടാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഒരു ലെവലിൽ നിൽക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത്യാവശ്യം പവറും പൈസയും ഒക്കെയുള്ള വീട്ടിലെ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. ഇനി സൗന്ദര്യമുള്ളവർക്ക് ബുള്ളിങ് നേരിടേണ്ടി വരില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഈ സൗന്ദര്യമില്ലാത്തവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ സോ കോൾഡ് സ്റ്റീരിയോടൈപ്പ് ഉണ്ടല്ലോ, ഞാൻ ആരും സൗന്ദര്യമില്ല അങ്ങനെയല്ല പറഞ്ഞത്. ചില ആൾക്കാർ ഈ ഡാർക്ക് സ്കിൻ ടോൺ കാണുമ്പോൾ അവരെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഡിഫൈൻ അല്ലെന്നുണ്ടെങ്കിൽ അസിമെട്രിക്കൽ ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളവരെ, നമ്മുടെ സൊസൈറ്റിക്ക് ഒരു സോ കോൾഡ് സ്റ്റീരിയോടൈപ്പ് ഉണ്ടല്ലോ, ഇന്നയാളാണ് സൗന്ദര്യമുള്ളത്, ഇന്നയാൾക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ വിചാരമുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ, ഈ സ്റ്റീരിയോടൈപ്പിന് താഴെ നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ് ആളുകൾ ബുള്ളി ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരെയും ആൾക്കാർ ബുള്ളി ചെയ്യാറുണ്ട്. കാരണം ഈ പ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് എന്തെങ്കിലും നേടിയെടുത്താൽ പോലും അവരുടെ ആ ഒരു പ്രിറ്റിനെസ് കൊണ്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ തൊലിവെളുപ്പ് കൊണ്ടാണെന്നായിരിക്കും ആൾക്കാർ പറയാൻ പോകുന്നത്. ഓ അവൾക്ക് നല്ല മാർക്ക് കിട്ടിയത് പോലും അവളുടെ തൊലി വെളുത്തിട്ടാണ്, അവൾക്ക് പ്രൊമോഷൻ കിട്ടിയത് എന്തുകൊണ്ടാണ്, അവളുടെ തൊലി വെളുപ്പ് കൊണ്ടാണ്, അവൾക്ക് ഇത്രയും ഫോളോവേഴ്സിനെ കിട്ടിയത് എന്തുകൊണ്ടാണ്, അവളുടെ തൊലി വെളുപ്പ് കൊണ്ടാണ്, ഇങ്ങനെ പറയും. അപ്പൊ ഈ പ്രിറ്റി പ്രിവിലേജ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പ്രിറ്റി പ്രിവിലേജ് എന്ന് പറഞ്ഞ സംഭവത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വശമാണ്. ഒരു കോയിന് 2 വശമുള്ളതുപോലെ തന്നെ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര വേഴ്സാണ്. പ്രിറ്റി ആണോ ആൾക്കാർ പുറകെ വരും, പക്ഷേ ഈ പ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. ഇനി ഈ പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ഈ പെൺകുട്ടിയെ നല്ല ഫേമസ് ആകാനുള്ള സാധ്യതയുണ്ട്, 90% സാധ്യതയുണ്ട്. ഒരുപാട് മോഡലിംഗ് ഇൻഡസ്ട്രി ഇവരെ സമീപിക്കും. കാരണം നല്ലൊരു ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളൊരു പെൺകുട്ടിയല്ലേ. മാഗസിൻ കവറുകളാക്കാനും അല്ലാതെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ സമീപിക്കും. അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോഡലായിട്ട് മാറും. മോഡലായി മാറി കുറച്ചൊന്ന് ഫെയിം ആയി കഴിയുമ്പോഴേക്കും ഈ ക്രഷാണെന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്ന ആൾക്കാർ വലിച്ചു താഴെയിടും. ഇപ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു വശമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ലോകം. ഇത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വരുന്ന ഫെയിമിൽ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തിരിച്ചടി ഭയങ്കരമാണ്.
അപ്പം ഈ സൗന്ദര്യം കണ്ട് പുറകെ നടക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വ്യക്തിക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, ആ പെർമിഷൻ ചോദിക്കുക, പ്രൈവസി ഉണ്ട് എന്ന് മനസ്സിലാക്കുക, മാന്യതയോടുകൂടി പെരുമാറുക, ആ മാന്യത കാണിക്കുക. അതിപ്പോൾ ആരോടാണെങ്കിലും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ മാന്യത കാണിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്തിലേക്കായിരിക്കും കലാശിക്കാൻ വേണ്ടി പോകുന്നത്.